ശ്രീ ജോർജ് ജോസഫ്, പോലീസ് മേധാവി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. പോലീസ് വാഹനങ്ങൾക്ക് ഓട്ടം കൂടുതലുള്ള സമയമാണ്. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി ഒരു ധന വിനിയോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തുകയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമീപിച്ചപ്പോൾ ധനവകുപ്പ് നിരവധി കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. കുടിശ്ശിക തീർക്കാൻ 57 കോടി അനുവദിക്കണമെന്ന ആവശ്യം പോലും തള്ളിയിരിക്കുകയാണ്. നമുക്ക് പോലീസ് വാഹനങ്ങൾക്ക് സ്വകാര്യ പമ്പുടമകളിൽ ഇന്ധനം നൽകില്ല കുടിശ്ശിക തീർക്കാതെ എന്നൊക്കെ ഒരു നിലപാട് മുന്നോട്ട് വെച്ച സാഹചര്യമുണ്ട്. എങ്ങനെ പൊതുവിലെ സാഹചര്യത്തെ നോക്കിക്കാണുന്നു പോലീസ് വകുപ്പ് അകപ്പെട്ടിരിക്കുന്ന? അല്ല, പോലീസ് വാഹനം ഓടിയെങ്കിലേ ഇലക്ഷൻ സുഗമാകുള്ളൂ. കാരണം പോലീസിന് എല്ലാ സ്ഥലത്തും വിനിയോഗിക്കണം. ഓരോരോ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യും പോലീസ്. അതുകൊണ്ട് എല്ലായിടത്തും ഓടിയെത്തണമെങ്കിൽ വണ്ടി ഓടണം. അതിന് ഇപ്പോഴത്തെ പെട്രോൾ പമ്പ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് പമ്പിൽ നിന്ന് പേഴ്സണൽ കോൺടാക്റ്റിൽ നമ്മൾ അടിക്കും. സർക്കാർ പമ്പിലൊന്നും ഒരിക്കലും അവിടെ നിന്ന് കിട്ടത്തില്ല. അതേ സമയത്ത് SIPയിലും ഇങ്ങനെ പോലീസ് ക്യാമ്പിനകത്ത് പമ്പുണ്ട്. അവിടത്തേനും പണം കൊടുത്തെങ്കിൽ മാത്രമേ കമ്പനിക്കാർ ഇറക്കി കൊടുക്കുകയുള്ളൂ. രണ്ടാമത് പ്രൈവറ്റ് കംപ്ലൈന്റ് ഈ പമ്പിൽ നിന്ന് ധാരാളം കുടിശ്ശികയായി കഴിഞ്ഞിട്ട് പോലീസ് നിർജീവമാവും ഈ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ. പോലീസ് ചോദിക്കുന്ന ഫണ്ട് കൃത്യമായ ന്യായമായ ഫണ്ട് ഓഡിറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. അത് കൊടുത്തേ പറ്റുള്ളൂ. ഇലക്ഷൻ സുഖമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ പോലീസ് വാഹനം ഒരു സ്ഥലത്ത് സമയത്ത് എത്തിച്ചേരില്ല. ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും ഇലക്ഷൻ ഡേയിലും. അതോടൊപ്പം തന്നെ ഇലക്ഷൻ അവരുടെ പര്യടനം അല്ലെങ്കിൽ ഇലക്ഷന്റെ ഇത് തീരുന്ന 2-3 ദിവസം മുമ്പൊക്കെ കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഓടേണ്ട സമയങ്ങളാണ്. ശ്രീ ജോർജ് ജോസഫ്, അതാണ് കാരണം SIP ക്യാമ്പിലെ ഇന്ധനം നിറയ്ക്കുന്ന പമ്പിൽ നേരത്തെ തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. ആ ഒരു വാർത്ത നേരത്തെ തന്നെ മാധ്യമങ്ങളൊക്കെ നൽകിയതാണ്. ഒരു പക്ഷേ സ്വകാര്യ പമ്പുകളാകുമ്പോൾ പോലീസ് വാഹനം അല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ പണം കൊടുത്തില്ലെങ്കിൽ പോലും ഇന്ധനം അടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. പക്ഷേ അവരും പ്രതിസന്ധിയിലായതോടെയാണ് ഇനി അങ്ങനെ ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഇന്നോടുകൂടി ആ ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ ഭരണാനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തുന്നത് എന്നൊക്കെയുള്ള ധനവകുപ്പിന്റെ ഒരു ആക്ഷേപമുണ്ടല്ലോ. അത്രത്തോളം കഷ്ടമാണെന്നുള്ളതാണ്. മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലാണ് മുമ്പ് ഒരു പമ്പിലേക്ക് പോലീസ് വാഹനം ഇടിച്ചു കയറിയത്. താങ്കൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല. പോലീസ് വാഹനത്തിന്റെ അവസ്ഥ തന്നെ ശോചനീയമായിരുന്നു. ബമ്പറൊക്കെ ഇങ്ങനെ കയറ് വെച്ച് കെട്ടിവെച്ചാണ് ആ വാഹനം ഓടിക്കൊണ്ടിരുന്നത്. അതേ പറഞ്ഞ വാഹനത്തിന്റെ മെയിൻ്റനൻസ് ഒന്നും സമയം നടക്കുന്നില്ല. അത് തന്നെയല്ല, പോലീസ് എപ്പോഴും ഏത് സർക്കാരായാലും ശരി, പോലീസിന്റെ മൂവ്മെന്റ് നടന്നില്ലെങ്കിലും പോലീസിന്റെ അത് പ്രവർത്തനം നിർജീവമാവും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് അത് തന്നെയല്ല, പോലീസ് ഉദ്യോഗസ്ഥർ പലരും അവരുടെ ഈ 2 വീലറൊക്കെ ഓടുന്ന അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ്. കാരണം ഈ പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷൻ 2, 3, 4 2 വീലേഴ്സ് ഉണ്ട്. അതിനൊക്കെ പൈസ കൊടുക്കുന്നത് അതൊക്കെ അവരുടെ കയ്യിൽ നിന്നിട്ട് ശമ്പളത്തിന് അടയ്ക്കാണ് പോകുന്നത്. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഹെവി വെഹിക്കിൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫണ്ട് അവർ ചോദിക്കുന്ന ഫണ്ട് കൊടുത്തേക്കുള്ളൂ. അതിനൊരു അമാന്തം കാണിക്കരുത്. ധനവകുപ്പ് എത്ര പണം ഇല്ലെങ്കിലും ശരി, പോലീസിന് എപ്പോഴും ആ ഫണ്ട് കൊടുത്ത് അത് നിർജീവമായി പോകരുത് പ്രവർത്തനം. അത് മാത്രമാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.